നമസ്കാരം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 1ാം അധ്യായമായ ഒറ്റയല്ലൊരു ജീവിയുമാണ് നാം ഇന്ന് നോക്കുന്നത്. നമ്മൾ 4ാം ക്ലാസ്സിൽ പല ജീവികളുടെ അനുകൂലനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സസ്യങ്ങളുടെ ആയാലും ശരി, ജീവികളുടെ ആയാലും അനുകൂലനങ്ങളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന ആ ജീവിയുടെ സവിശേഷത. അതിൽ നമ്മൾ മീനിനെ കുറിച്ചും തവളയെക്കുറിച്ചും അതേപോലെ ആമ്പലിനെ കുറിച്ചും താമരയെക്കുറിച്ചും ആമയെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തവളയ്ക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ സഹായിക്കുന്ന, അതായത് അതിന് ജലത്തിലും കരയിലും ജീവിക്കാനുള്ള സവിശേഷതകളുണ്ട്. മീനിനാണെങ്കിൽ വെള്ളത്തിൽ തന്നെ ജീവിച്ച് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള സവിശേഷതകളുണ്ട്. വെള്ളത്തിൽ കൂടെ തുഴഞ്ഞു പോകാനുള്ള സവിശേഷതകളുണ്ട്. ഇനി നമ്മൾ വെറുതെ ഒരു അണ്ണാരക്കണ്ണനെ നോക്കിയാൽ അണ്ണാരക്കണ്ണൻ എങ്ങനെയാണ്? ചെറിയ പഴങ്ങളും നട്ട്സും ഒക്കെയാണ് കഴിക്കുക. അപ്പം അതിന് ഓരോ മരങ്ങളിൽ കൂടി തുള്ളിച്ചാടി പോകാനുള്ള സവിശേഷതകൾ ഉണ്ട്. അതേപോലെ തന്നെ നട്ട്സൊക്കെ കടിച്ചു പൊട്ടിക്കാനുള്ള സവിശേഷതകളുള്ള പല്ലുകളൊക്കെയാണ് അതിന്. അങ്ങനെ ഓരോ ജീവിക്കും അതിൻ്റേതായ അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള അനുകൂലനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും 4ാം ക്ലാസ്സിൽ നോക്കിയിരുന്നു. അതിലെ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും വളരെ പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പഠിച്ചു. അജീവീയ ഘടകങ്ങളില്ലാതെ ജീവിയ ഘടകങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന് പഠിച്ചു. നമ്മൾ അജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളം, ജലം, ഇപ്പോൾ നമ്മൾ ജീവികളാണ്, നമുക്ക് അജീവീയ ഘടകങ്ങളായ വെള്ളവും വായുവും മണ്ണും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചത്. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഒരു ജീവിക്കും ഒറ്റയായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കൊതുക് വല അല്ലെങ്കിൽ ഒരു മീൻ വല എടുക്കുക. ആ വലയിലെ എല്ലാ കണ്ണികളും നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നാലേ ആ വലയ്ക്ക് ബലമുള്ളൂ. ആ ഏതെങ്കിലും കണ്ണികൾ അറ്റുപോയാൽ ആ വല നിലനിൽക്കുന്നതല്ല. അതേപോലെ നമ്മളായ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും എല്ലാം ഒരുമിച്ച് നിന്നാലേ ഈ ഭൂമി വളരെ സന്തോഷത്തോടെയും ഫലഭൂയിഷ്ടമായിട്ടും നിലനിൽക്കുള്ളൂ. നമുക്ക് അജീവീയ ഘടകങ്ങളെല്ലാം മലിനമാക്കിക്കൊണ്ട് നമ്മൾ വെള്ളവും മണ്ണും വായുവും ഒക്കെ മലിനമാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. നമുക്കെന്നല്ല, ഒരു ജീവിക്കും നിലനിൽക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ സസ്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇനി സസ്യങ്ങളില്ലാതെ മറ്റ് ജീവികൾക്കും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പാമ്പിന് കഴിക്കാൻ എന്ത് വേണം? തവള വേണം. തവളയ്ക്ക് പ്രാണി വേണം. പ്രാണിക്ക് കഴിക്കണമെങ്കിൽ ഇലകളുടെ രസം വേണം. അങ്ങനെ ഈ എല്ലാ ജീവികളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ഒറ്റയായിട്ട് ഒരു ജീവിക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള അനുകൂലനങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. അപ്പോൾ നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, പൊന്മാനെ സാധാരണ എവിടെയാണ് കാണാറ്? എന്താകും അതിന് കാരണം? പൊന്മാനെ സാധാരണ നമ്മുടെ കിണറിൻ്റെ വക്കിലൊക്കെ ചെറിയ ചെറിയ മാളങ്ങൾ ഉണ്ടാവും. ആ മാളങ്ങളിലൊക്കെ ഇന്നിങ്ങനെ പൊന്മാൻ പറന്നു പോകുന്നതും നമ്മുടെ കിണറിൽ നിന്നോ കുളത്തിൽ നിന്നോ ഒക്കെ ഇങ്ങനെ മീനിനെയൊക്കെ പിടിച്ചിട്ട് പറന്നു പോകുന്നതും ഒക്കെ ഗ്രാമത്തിലെ കുട്ടികൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പം കിണറിൻ്റെയും കുളത്തിൻ്റെയും നദീതീരങ്ങളിലൊക്കെ എവിടെയെങ്കിലും മാളങ്ങൾ ഉണ്ടെങ്കിൽ അതിലാണ് പൊന്മാൻ സാധാരണയായി താമസിക്കുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ ഭക്ഷണം എവിടെ നിന്നാണ്? ജലസ്രോതസ്സുകളിൽ നിന്നാണ്. ജലത്തിലുള്ള ചെറിയ ചെറിയ മീനുകളെയൊക്കെ പിടിച്ചു തിന്നാണ് പൊന്മാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് കിണർ, കുളം എന്നിവയുടെ അടുത്ത് മാളത്തിലാണ് പൊന്മാനെ കാണാറുള്ളത്. മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്താണ് സാധാരണ അവ താമസിക്കുന്നത്. അപ്പോൾ ഒരു ജീവി അതിൻ്റെ വാസസ്ഥലം, താമസിക്കാൻ സൗകര്യമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ
ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മളാണെങ്കിൽ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും ഒരു സ്ഥലം ജീവിക്കാൻ? നമ്മൾ മരുഭൂമിയിലും കടലിന്റെ നടുവിലും ഒന്നും ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. നമ്മളെങ്ങനെ എല്ലാ സൗകര്യം, നമുക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ അടുത്തുള്ള സ്ഥലം നോക്കും, ഹോസ്പിറ്റൽ അടുത്തുള്ള സ്ഥലം നോക്കും, ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് വേഗം കിട്ടുന്ന സ്ഥലം നോക്കും, ട്രെയിന് കിട്ടുന്ന സ്ഥലം നോക്കും, നമുക്ക് യാത്രാ സൗകര്യമുള്ള സ്ഥലം നോക്കും. അങ്ങനെ നമുക്ക് സൗകര്യമുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ വാസസ്ഥലം തിരഞ്ഞെടുക്കും. അതേപോലെ മൃഗങ്ങള് അവയ്ക്കുള്ള ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്ന സ്ഥലം നോക്കി അത് വാസസ്ഥലമായി തിരഞ്ഞെടുക്കുന്നു. ഇനി ഭക്ഷണം എല്ലാ മൃഗങ്ങളും ഒരു ഭക്ഷണം അല്ല കഴിക്കുന്നത്. ഇപ്പൊ സിംഹമാണെങ്കിൽ മാംസാഹാരമായിരിക്കും കഴിക്കുന്നത്. ഇനി പശു ആണെങ്കിൽ പുല്ലും പിണ്ണാക്കും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഇനി നായയാണെങ്കിലോ, നായയ്ക്ക് എല്ലും മാംസഭക്ഷണവും ഒക്കെ ആയിരിക്കും നായയ്ക്ക് ഇഷ്ടം. ഇനി പൂച്ചയ്ക്കാണെങ്കിലോ, പൂച്ചയ്ക്ക് മീനൊക്കെ ആയിരിക്കും പൂച്ചയ്ക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഓരോ ജീവികൾക്കും ഓരോ ഭക്ഷണങ്ങളായിരിക്കും ഇഷ്ടം. ആ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് അത് കൂടുതലും ജീവിക്കുക. അപ്പൊ ആടിന്റെ പ്രധാന ആഹാരം എന്താണ്? ആടിന് ഏറ്റവും ഇഷ്ടമുള്ളത് പ്ലാവിലയും തൊട്ടാവാടിയും ഒക്കെയാണ്. പ്ലാവില, തൊട്ടാവാടി, പഴത്തൊലി, കഞ്ഞിവെള്ളം, പുല്ല് ഇതൊക്കെയാണ് ആട് കഴിക്കുക. അപ്പൊ ആടിന്റെ പാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇപ്പം ജീവികൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് അതിൽ നിന്നുണ്ടാകുന്ന ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഗുണം. അപ്പോൾ ആടിന് എന്ത് ഭക്ഷണം കഴിക്കുന്നോ അതിൽ നിന്നുള്ള ഗുണങ്ങൾ ആട്ടിൻ്റെ പാലിലുണ്ടാവും. പശുവിന് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുന്നോ അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ പാലിലുണ്ടാവും. അതേപോലെ പ്ലാവിലയും തൊട്ടാവാടിയും മരുന്ന് ചെടികളും ഒക്കെ കഴിക്കുന്ന ആടിൻ്റെ പാലിന് അത്രത്തോളം തന്നെ ഔഷധ ഗുണവും ഉണ്ടാവും. പശുക്കൾക്കായാലും നമ്മൾ സാധാരണ മേയാൻ വിട്ട് ഔഷധ ചെടികൾ, അതായത് ഔഷധ ചെടികൾ എന്ന് പറയുമ്പോൾ തൊട്ടാവാടിയും മുക്കുറ്റിയും ഇതൊക്കെ തന്നെ ചെറിയ ചെറിയ ചെടികളെല്ലാം തന്നെ, അറുകമ്പുല്ല് എല്ലാം തന്നെ ഔഷധ ചെടികളാണ്. ഇതിനെയൊക്കെ കഴിക്കുന്ന മേഞ്ഞു നടക്കുന്ന പശുക്കളുടെയും ആട്ടിൻ്റെയൊക്കെ പാലിന് ആ ഔഷധങ്ങളുടെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ ചെടികൾക്ക് നല്ല ഉപകാരപ്രദമാകും. അത് വളരെ പുഷ്ടിയോടെ വളരുകയും ചെയ്യും. അപ്പൊ ആടിന്റെ പ്രധാന ആഹാരം പ്ലാവില, തൊട്ടാവാടി, പഴത്തൊലി, കഞ്ഞിവെള്ളം, പുല്ല് ഇതൊക്കെയാണ് ആടിന് വളരെ ഇഷ്ടപ്പെട്ട ആഹാരം. പൊന്മാൻ സാധാരണയായി കിണറിന്റെയും കുളത്തിന്റെയും അടുത്തുള്ള മാളങ്ങളിലാണ് താമസിക്കുക. ഇനി മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലം നോക്കിയാണ് അവ താമസിക്കുന്നത്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? സസ്യഭാഗങ്ങൾ കഴിക്കുന്ന, സസ്യാഹാരം കഴിക്കുന്ന സസ്യാഹാരികളായ വേറെ ഏതെല്ലാം ജീവികളുണ്ട്? ആടല്ലാതെ പശുവുണ്ട്, ആനയുണ്ട്, ജിറാഫുണ്ട്, കാട്ടുപോത്തുണ്ട്, കാണ്ടാമൃഗം അതായത് റൈനോസറസ്, കുതിര, മാൻ, മുയൽ, നീർക്കുതിര അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസ്. അപ്പോൾ നമ്മൾ കാട്ടുപോത്തിന് കാലിൽ ഇങ്ങനെ ഒരു ഷൂവും സോക്സും ഇട്ടതുപോലെയുള്ള വലിയ ജീവിയാണ്. മറ്റ് ജീവികളെ ആക്രമിക്കുമെങ്കിലും അത് സസ്യാഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ കാട്ടുപോത്ത്. മറ്റ് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും, ആക്രമിക്കുകയും ചെയ്യും. പക്ഷെ അത് കഴിക്കുന്നത് സസ്യാഹാരം മാത്രമേ കാട്ടുപോത്ത് കഴിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കാണ്ടാമൃഗം ഒറ്റക്കൊമ്പുള്ള ഒരു വലിയ ജീവിയാണ്. പക്ഷെ അതും എന്തോന്നാണ്, കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുമെങ്കിലും അതും സസ്യാഹാരിയാണ്. നീർക്കുതിരയും അല്ലെങ്കിൽ ഹിപ്പോപ്പൊട്ടാമസും സസ്യാഹാരിയാണ്. കുതിരയും മാനും മുയലും ഒക്കെ സസ്യാഹാരം മാത്രമേ കഴിക്കുള്ളൂ എന്ന് നമുക്കറിയാം. പിന്നെ പശു, ആന, ജിറാഫ് ഇതൊക്കെ സസ്യാഹാരികളായ അല്ലെങ്കിൽ സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളാണ്. ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ പലതരം ജീവിയും വയലും ഒരു പുഴയും ഒക്കെ കാണാം. അപ്പോൾ ആ ചിത്രത്തിലുള്ളതിൽ
സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതണം. ചെറുമീനുകളെ, ആ പുഴയിൽ കൂടെ പോകുന്ന ചെറുമീനുകളെ ആഹാരമാക്കുന്ന ആ ചിത്രത്തിലുള്ള ജീവികൾ ഏതൊക്കെയെന്ന് തരംതിരിച്ചെഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചെറുമീനുകള്, പുൽച്ചാടി, പുഴു നമ്മൾ ഇലയിലിരുന്ന് ആ ഇലയുടെ സത്തെല്ലാം ഊറ്റി കുടിക്കുന്ന പുഴു, ഒച്ച്, ആമ, തുമ്പി, ഇതൊക്കെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ, വലിയ മീനുകൾ ഈ ചെറുമീനുകളെ തിന്നും. കൊക്ക് മീനിനെയൊക്കെ പിടിച്ച് തിന്നും. പിന്നെ തവള ചെറിയ മീനുകളെയും ചെറിയ ജീവികളെയൊക്കെ തിന്നും. ഞണ്ട്, കാക്ക, പാമ്പ്, ഇതൊക്കെയാണ് വലിയ മീനുകൾ. കൊക്ക്, തവള, ഞണ്ട്, കാക്ക, പാമ്പ്. ആ ചിത്രത്തിൽ കൊടുക്കുന്ന ഇത്രയും ജീവികളാണ് ചെറുമീനുകളെ ആഹാരമാക്കുന്നത്. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ചിത്രത്തിലുള്ളത് ചെറിയ മീനുകൾ, പുൽച്ചാടി, പുഴു, ഒച്ച്, ആമ, തുമ്പി. ഇവയാണ് സസ്യാഹാരികളായ, ചിത്രത്തിലെ സസ്യാഹാരികളായ ജീവികൾ. ചെറുമീനുകളെ ആഹാരമാക്കുന്ന ആ ആവാസ വ്യവസ്ഥയിലെ കുറച്ച് ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ജീവികളിൽ ചെറുമീനുകളെ ആഹാരമാക്കുന്നത് വലിയ മീനുകൾ, കൊക്ക്, തവള, ഞണ്ട്, കാക്ക, പാമ്പ്, ഇവയാണ്. ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കുന്നുണ്ടോ? ഒന്നിലധികം ജീവികൾക്ക് ആഹാരം ആകുന്നവയുണ്ടോ? രണ്ടിനും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. തവള, ഞണ്ട്, ചെറുമീനുകൾ എന്നിവയെ കൊക്ക് ആഹാരമാക്കുന്നു. പുൽച്ചാടി, പുഴു, ഒച്ച്, തുമ്പി എന്നിവയെ കാക്ക ആഹാരമാക്കുന്നു. ഇത് രണ്ടും എന്തോന്നിന്റെ ഉത്തരമാണ്? ഒരു ജീവി ഒന്നിലധികം ജീവികളെ ആഹാരമാക്കുന്നുണ്ടോ? അതായത് കൊക്ക് ഒന്നിലധികം ജീവികളായ തവള, ഞണ്ട്, ചെറുമീനുകൾ എന്നിവയെ കഴിക്കുന്നു. കാക്ക ഒന്നിലധികം ജീവികൾ, പുൽച്ചാടി, പുഴു, ഒച്ച്, തുമ്പി എന്നിവയെ ആഹാരമാക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്നവയുണ്ടോ? അതായത് പുഴുവും പുൽച്ചാടിയും വലിയ മീനുകൾ, കൊക്ക്, തവള, കാക്ക എന്നിവയ്ക്ക് ആഹാരമാകുന്നു. ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്നത് പുഴുവിനെ വലിയ മീനുകളും തിന്നും, കൊക്കും തിന്നും, തവളയും തിന്നും, കാക്കയും തിന്നും. പുൽച്ചാടിയെയും അതേപോലെ വലിയ മീനുകളും കൊക്കും തവളയും കാക്കയും ഒക്കെ തിന്നും. അപ്പോൾ ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്നവ പുഴുവും പുൽച്ചാടിയുമാണ്. ഇനി ഒരു ജീവി ഒന്നിലധികം ജീവികളെ തിന്നുന്നത്, അതായത് കൊക്ക് തവളയെയും ഞണ്ടിനെയും ചെറുമീനുകളെയും തിന്നും. ഇനി കാക്കയാണെങ്കിലോ പുൽച്ചാടിയെയും പുഴുവിനെയും ഒച്ചിനെയും തുമ്പിയെയും ഒക്കെ പിടിച്ചു തിന്നും. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഇത്. രണ്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അതായത് ഒരു ജീവി ഒന്നിലധികം ജീവികളെയും ആഹാരമാക്കാം. ഒന്നിലധികം ജീവികൾക്ക് ആഹാരമാകുന്ന ജീവികളും ആ ചിത്രത്തിലെ ആവാസ വ്യവസ്ഥയുടെ ആ ചിത്രത്തിലുള്ള ജീവികളിൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം.